മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. மீரா, இவங்க ரெண்டு பேரும் ரொம்ப பிரச்சனை எல்லாம் பண்ணுவாங்கனாலும் ரொம்ப பாசமா இருப்பாங்க. പിണക്കമൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, ഇവരിൽ ആരെയെങ്കിലും മാറ്റി നിർത്തി നമ്മളൊന്ന് കുറ്റം പറഞ്ഞു നോക്കിയേ, അപ്പം ഇട്ടുപിടിക്കത്തുമില്ല. സത്യത്തിൽ ഗൗരി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഒരു കണക്കിന് അടിപൊളിയായിട്ടുണ്ട്. மீரா, இவங்க எல்லாம் பிரச்சனை பண்ணுவாங்கனாலும் ரொம்ப பாசமா இருப்பாங்க. இங்க யாரெல்லாம் இருக்காங்களோ அவங்கள்ட்ட எல்லாம் பாசமா இருப்பாங்க. நான் வந்து மதுரையில இருந்து வந்தவ தானே, இவங்க எல்லாம் நேசிக்கிறதுனால தான் நான் இங்கே இருக்கேன். ചേച്ചി അപ്പൊ ഒരു വഴക്കുണ്ടാക്കുമ്പോഴൊന്നും ഇടപെടാറില്ലേ? இல்ல, நான் இடையே பட மாட்டேன். என்ன தெரியுமா, நான் பார்த்துட்டு சிரிச்சுட்டே நிப்பேன். വാ, ചിരിച്ചോണ്ടൊക്കെ നിൽക്കും. ചിരിച്ചോണ്ടേ പറയാനുള്ളത് കൃത്യമായിട്ട് പറയുകയും ചെയ്യും. വഴക്കുണ്ടാക്കാനാണെങ്കിലോ അത്യാവശ്യം വഴക്കൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. மீரா, சண்டை போடுறது பார்க்கணும்னா அம்மா சண்டை போடுறது தான் பார்க்கணும். இப்படி தெரியுமா, இந்த பத்ரகாளி எல்லாம் இருக்குல்ல, அவங்க ஒரேற மாதிரி இப்படி துள்ளுவாங்க. ആണോ അമ്മ? അങ്ങനൊന്നും ഇല്ല മോളെ. நீ அடிக்கடி இங்க வருவல, அப்போ உனக்கு லைவா பார்க்க முடியும். കനകം, നീ ആള് കൊള്ളാമല്ലോ. ഇപ്പൊ ഇങ്ങോട്ട് വന്ന കൊച്ചിനോടാണോ എന്റെ കുറ്റം പറയുന്നേ? பாரு பாரு, കണ്ണെല്ലാം எப்படி പോകുന്നു. നിന്റെ നാക്കിച്ചിരി കൂടുന്നുണ്ട് കേട്ടെ. എന്തിനാണ് അടുക്കളയില് സൗണ്ട്? മീര ടീച്ചറേ, ടീച്ചർ അങ്ങനെ അവസാനം അടുക്കള വന്ന് നിന്നല്ലേ? നല്ലല്ലേ അങ്ങനെ തന്നെ. ഈ വീട്ടിലോട്ട് ആരെങ്കിലും പുതിയതായിട്ട് വന്ന അവസാനം അടുക്കള വന്ന അവസാനിക്കും. കേശു, പിള്ളേരെല്ലാം വരാൻ തുടങ്ങിയില്ലേ? ഓ പിള്ളേരൊക്കെ വരാൻ തുടങ്ങി. ഇന്നെനിക്ക് എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്ത് തീരുമാനം? മുമ്മോ, ഈ മേളി നടത്തുന്ന സ്ഥാപനത്തിന് വേണ്ടിയേ ഞാൻ ഒരുപാട് വേർപ്പൊഴുക്കിയതാണേ. അതുകൊണ്ട് ഇതങ്ങനെ ഇങ്ങനെയൊന്നും എന്നെ കൊണ്ട് വിട്ട് കളയാൻ പറ്റൂല. അയ്യോ, നിന്നോട് ആര് പറഞ്ഞ് വിട്ട് കളയാൻ? നിന്നോട് എന്തുവാ പറഞ്ഞേ? ചേച്ചി പറയുന്ന കേട്ടിട്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ അത് സാറിന് പറ്റുമോ? ഇല്ലടി, എന്നെ കൊണ്ടൊന്നും പറ്റൂല. അയ്യാ, പൂണിന്റെ പണി. അതിന് വേറെ ആളെ നോക്കണം നീയൊക്കെ. നിന്റെ പവർ ഓഫ് അറ്റോണി എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ്. എങ്ങനെ? എങ്ങനെയെന്നാ? ഏറ്റവും കൂടുതൽ ഷെയർ ഇട്ടതാരാ? എന്റെ അമ്മായി. എന്റെ അമ്മായിയെ ഞാൻ വിളിച്ച് സംസാരിച്ച്. അപ്പൊ അമ്മായി പറഞ്ഞ് ആ 10,000 രൂപ ഉണ്ടല്ലോ ലച്ച് തന്നത്, അത് ഞാനങ്ങ് തിരിച്ചു കൊടുത്തേക്കാണത്. മിക്കവാറും അമ്മായി കൊടുക്കും അത്. അപ്പൊ എങ്ങനെ ഫുൾ നല്ല ക്ഷയമാണെങ്കിൽ മരുന്ന് മേടിച്ച് കഴിക്കടാ. ആദ്യം ചുമച്ചവർക്കായിരിക്കും ക്ഷയം. മരുന്ന് മേടിച്ച് കഴിഞ്ഞു. എന്തായാലും എനിക്ക് നിന്റെ അത്രയും ചുമയും കുറയുന്നു. അയ്യോടാ, അവനെന്തോന്ന് പ്രസവിച്ചിട്ട് പോയത്? അവനെ നമ്മുടെ ഡേ കെയറിന്റെ പവർ ഓഫ് അറ്റോളി കിട്ടി പോലും. ആര് കൊടുത്ത്? മെർലിൻ കൊടുത്താ? അല്ല, ഞാൻ വന്നപ്പോ തൊട്ട് കേക്ക് ഈ മെർലിൻ മെർലിൻ. ആരെയും മെർലിൻ? അയ്യോ, മെർലിൻ എന്ന് പറയുന്നത് വലിയൊരു ഗ്രഹമാണ്. ആ ഗ്രഹത്തിന് ചുറ്റിപ്പറ്റി നടക്കുന്ന ചെറിയ ഒരു ഉപഗ്രഹമാണ് കേശു 2. കേശു 2 ഉപഗ്രഹോ? അത് ശാസ്ത്രം പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു ഉപഗ്രഹമാണ്. ഈ കുഞ്ഞു ഉപഗ്രഹം ഉണ്ടല്ലോ, വേറെയും ഗ്രഹങ്ങളെ ചുറ്റിപ്പറ്റി നടക്കും. ഗൗരി അമ്മായിയെ ഞാൻ വിളിച്ചായിരുന്നു കേട്ടോ. ഇവിടുത്തെ ചില ഇത്തിക്കണ്ണികളെ വെട്ടി മാറ്റാനാണ് അമ്മായിയുടെ തീരുമാനം. ആ ഇത്തിക്കണ്ണിനെ ആദ്യമേ വെട്ടി മാറ്റിയതാണല്ലോ. ഡേ, ഈ ഇടക്ക് നിർത്തിക്കേ, ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. നമ്മുടെ കിറ്റി ഡേ കെയറിന് നമുക്ക് 2 പ്രിൻസിപ്പളിനെ വെക്കാം. ഒന്ന് ലച്ചു ചേച്ചിയും ഒന്ന് നീയും. ഓക്കെ ആണോ? അങ്ങനെ ഇപ്പൊ ഒരു കാട്ടി 2 സിംഹം വേണോ മക്കളെ? ഒരു സിംഹത്തിന് എനിക്ക് മനസ്സിലായി, ഇപ്പം കഴുതയല്ലേ. കഴുതയോട് ആരാന്ന് എല്ലാവർക്കും അറിയാൻ കേട്ടാ. എന്നാലേ ഞാൻ പോയി എന്റെ ഗൗരി അമ്മായി ഒന്നുകൂടെ ഒന്ന് വിളിക്കട്ടെ. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. പോയി കാണിക്കും. എന്താ എല്ലാരും ഇങ്ങനെ നോക്കണേ? കുട്ടിക്ക് ഇച്ചിരി കൂടുന്നുണ്ട്. അമ്മുമ്മേ, ഒരു പ്രിൻസിപ്പളിന്റെ അടുത്താണ് ഇതൊക്കെ സംസാരിക്കുന്നതിനുള്ളൊരു ബോധം വേണം. കുടിക്കാനൊന്നുമില്ലേ? അത് ഞങ്ങളോടാണോ ചോദിക്കുന്നേ? എനിക്കല്ല, എന്റെ കുട്ടികൾക്ക് കൊടുക്കാൻ. അവരിപ്പോ എത്തും. കുട്ടികൾക്കുള്ളത് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. നാരങ്ങ പിഴിയുന്നുണ്ട്. നാരങ്ങ. ഞാൻ ഒരു കാര്യം ചോദിച്ച സത്യം പറയൂ? പറയാം. ഇതിൽ പോയാ? അല്ല, എന്നെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാലോ, വൃത്തിയുണ്ട്. അതല്ല, ലുക്കുണ്ടാ? ലുക്കുണ്ട്. അതല്ല, പ്രിൻസിപ്പലിന്റെ ലുക്ക് ഉണ്ടാന്ന്. ശരിക്കും ആക്കിയതല്ലല്ലോ. അതെ,
ഇന്ന് പിള്ളേര് വരുമ്പോഴേ കൊറേ പണിയുണ്ട്. ഫുഡ് കൊടുക്കണം, വെള്ളം കൊടുക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇതൊക്കെ ഞങ്ങൾ ഡീലായിക്കോളാം. പ്രിൻസിപ്പൾ ഒന്നും ആലോചിച്ച് പേടിക്കണ്ട. മാഡം നടക്ക്. എന്താ വിളിച്ച്? മാഡം പ്രിൻസിപ്പളിലേക്ക് അങ്ങനെയല്ലേ വിളിക്കാൻ ചേച്ചി? പിന്നെ ബാ നടക്ക്. അഡ്മിഷൻ ആണെങ്കിൽ പോയിട്ട് നാളെ വരൂ, ഇന്ന് ടൈമില്ല. നീ എന്തിനാ ഇവിടെ കേറിയിരിക്കണേ? ഓ നിങ്ങളായിരുന്നാ? ഈ ഇരിക്കേണ്ടവർ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നാലേ ആ ഇരിക്കുന്ന സ്ഥാനത്തിന് ഒരു പവർ വരും. ഇതാണോ ലച്ചു ഈ ഇരിക്കേണ്ടവർ ഇരിക്കേണ്ട അടുത്ത് ഇരുന്നില്ലെങ്കിൽ പട്ടി കയറി ഇരിക്കും എന്ന് പറയുന്നത്? ടീച്ചറേ കൊള്ളാല്ല. വന്നപ്പോ ആള് പാവമായിരുന്നു, ഇപ്പൊ കുറച്ച് തണ്ടെടുത്ത് തുടങ്ങി. എങ്ങനെ തുടങ്ങായിരിക്കും? ടീച്ചറേ, ഞാൻ ടീച്ചറിന് നല്ലതിന് വേണ്ടിയാണ് പറയണത്. കൂട്ടുകെട്ടാണ് പലരെയും വഷളാക്കണത്. നീ എന്തിനാ ഇവിടെ കേറിയിരിക്കുന്നേന്നാ ഞാൻ ചോദിച്ചേ. പെർമിഷൻ മേടിക്കേണ്ട ആൾക്കാരുടെ അടുത്തുനിന്ന് പെർമിഷൻ മേടിച്ചിട്ടാണ് നാം ഇവിടെ കയറി ഇരിക്കുന്നത്. ഇവിടെ കൊല രണ്ടാളോട് ഞാൻ പറയുവാണ്, എന്തോന്നാ ഈ ചീളൊരു കസേരയുടെ പേരിൽ തല്ലുണ്ടാക്കുന്നത്? ആരെങ്കിലും കയറി ഇരിക്കാനകത്തു? അധികാരി മോഹൻ, നിനക്ക് നാണുണ്ടോടാ? അയ്യോ, അധികാരമോഹി ആര്? ഞാനാ അധികാരമോഹം ഇല്ലാത്ത ഒരാള്. എടാ ഒരു ലേഡി ആ ചെയറിൽ ഇരുന്നാലേ അതിനൊരു നിറവുണ്ടാവുള്ളൂ. അത് നമുക്ക് വേറെ രീതിയിലും ചിന്തിക്കാമല്ലോ. ഇവിടെ ഇത്രയും ലേഡീസ് ആയിട്ടുള്ള നിങ്ങളുള്ളപ്പോ നിങ്ങൾ എല്ലാവരും അങ്ങ് ടീച്ചേഴ്സ് ആയിക്കും. ഇവിടെ ആകപ്പാടുള്ള ഒരു ആന്തരികമായിട്ടുള്ള ഞാൻ ഇവിടെ മെയിൻ പ്രതിനിധിയായിട്ട് അങ്ങ് ഇരിക്കാം. നന്നായിരിക്കും. പാരന്റ്സ് ഒക്കെ ചോദിക്കുവേ, ഈ ഇച്ചിരി പോന്ന ബോധവും വിവരവും ഇല്ലാത്ത പപ്പ കുഞ്ഞിനെയാണ് പ്രിൻസിപ്പൽ ആയിട്ട് ഇവിടെ ഇരുത്തിയേക്കുന്നത്. പപ്പൂഞ്ഞ ഏത് പപ്പൂഞ്ഞ്? നീ തന്നെ. ചുമ്മാ കളിക്കില്ലേട്ടാ. ഞാൻ കളിക്കും. നീ എന്ത് ചെയ്യും? തൂക്കെടുത്തെറിഞ്ഞത് കാണാനില്ലല്ലോ. അതെ, ഞാനൊരു ഐഡിയ പറയട്ടെ. ഒരു ദിവസം കേശു പ്രിൻസിപ്പൾ ആയിരിക്കും, അടുത്ത ദിവസം ലച്ചു, അതിന്റെ അടുത്ത ദിവസം കേശു, അതിന്റെ അടുത്ത ദിവസം ലച്ചു. അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ? അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാ. നമ്മൾ തിങ്കൾ മുതൽ വെള്ളി വരെയല്ലേ? ആ ശരി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, തിങ്കളാഴ്ച ഞാൻ പ്രിൻസിപ്പൾ ആവാം, ചൊവ്വാഴ്ച ചേച്ചി ആയിക്കോട്ടെ, ബുധനാഴ്ച ഞാൻ പ്രിൻസിപ്പൾ ആവാം, വ്യാഴാഴ്ച ചേച്ചി ആയിക്കോട്ടെ, വെള്ളിയാഴ്ച ഞാൻ പ്രിൻസിപ്പൾ ആവാൻ കഴിയും. ഇവിടെ പുളുസു ആ പുതിയ മോനങ്ങ് മനസ്സിൽ വെച്ചാ മതി. എന്ന് പറയുമ്പോഴത്തേക്കും ആഴ്ചയില് 3 ദിവസം നീ പ്രിൻസിപ്പള്, 2 ദിവസം ഞാൻ, അല്ലേ? അങ്ങനെ വരുമ്പോഴത്തേക്കും മാസത്തിന് 12 ദിവസം നീ പ്രിൻസിപ്പള്, 8 ദിവസം ഞാനാ. നടക്കൂല. ശനി ഞാൻ ചേച്ചി ആയിരിക്കും പ്രിൻസിപ്പൾ. ഇതിന് ഒരു ശാശ്വത പരിഹാരം ഞാൻ കണ്ടുപിടിച്ചു തരാം. പോരെ? നീയും പ്രിൻസിപ്പൾ ആവണ്ട, ചേച്ചിയും പ്രിൻസിപ്പൾ ആവണ്ട, ഞാൻ പ്രിൻസിപ്പൾ ആയിക്കോളാം. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് 2 വിദഗ്ധരായ ഫീമെയിൽ ടീച്ചേഴ്സും ഒരു വിദഗ്ധനായ മെയിൽ പ്രൊഫസറും ഉണ്ടാവും. ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യം ഹാൻഡിൽ ചെയ്തോളാം. അതോടുകൂടി നമ്മുടെ കിറ്റി ഡെക്കേറിന്റെ ഭാവി അങ്ങ് ഉയർന്നു പോകും. എന്ത് പറയുന്നു? മൊട്ടേന്ന് വിരിയാത്ത നീയാണ് പ്രിൻസിപ്പൾ ആവാൻ പോകുന്നത്. ആ പിള്ളേര് വരെ ചിരിക്കും. ഗൗരി എന്നോട് പറഞ്ഞപ്പോ നിങ്ങൾ ഇത്രയും അലമ്പാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മ ഞാൻ അലമ്പാന്ന് പറഞ്ഞ? അല്ല, അതിന് കിട്ടത് എന്തോന്നാണത്? ടീച്ചർക്ക് വേണ്ടി കളഞ്ഞിട്ട് പോകണം. ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ തനി സ്വഭാവം അറിയാം ടീച്ചർ. അതെ, ഞാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആണോ? ഇവിടെ ടീച്ചർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും ടീച്ചറെ, ഒരു വണ്ടി വിളിക്കുക, എന്നിട്ട് സ്പീക്കർ കെട്ടി വെച്ചിട്ട് പാലക്കാട് വരെ ഓടി നടന്ന് പറ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. കേശു, നീയാണ് ഇതിൽ ഏറ്റവും അലമ്പ്. അലമ്പാ ഞാനാ? ടീച്ചർ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇവിടെ വളരെ ഡീസന്റ് ആയിട്ട് തന്നെ ചുമ്മാ കൂറാക്കി. ഓഹോ, അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടാ. ഞാനേ മേശയും കസേരയും തുടച്ചിടാനേ അവിടെ ദുബായിൽ ഒരു പുള്ളി ഉണ്ടല്ലോ, മറ്റേ ഒട്ടാത്ത കറങ്ങണേ, പുള്ളിയെ വിളിച്ചാൽ മതി. പുള്ളിക്കാവുമ്പോ തുടച്ച് നല്ല പരിചയം കാണുമല്ലോ. ഭർത്താവിനെ പറയുന്നോ? പൊളിക്കത് ലച്ചു, നിനക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടാ. അവിടെ കാണിക്കാം.
എല്ലാവർക്കും കഥ കേൾക്കണ്ടേ? അപ്പോ നമ്മള് ഇന്നത്തെ കഥ കേശു സാർ തുടങ്ങാം. ആമയുടെ മുയലിനെ നമ്മൾ ഒരു തവണ പറഞ്ഞല്ലേ? അടുക്ക് വെച്ച് ഇന്ററപ്റ്റ് ആയിപ്പോയി അല്ലേ? കുഴപ്പമില്ല. അത് അങ്ങനത്തെ ഞാനാണോ? ആ സിംഹത്തിന്റെ കഥ തന്നെയാണ് കേശു സാർ എന്ന് പറയാൻ പോണത്. അങ്ങനെ ഈ സാധാരണ ടീച്ചർമാര് പഠിപ്പിക്കും പോലെ ആദ്യം തന്നെ വന്നിട്ട് യാ 1 2 3 അല്ലെങ്കിൽ ആപ്പിള് അല്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് അതല്ല ഈ സാർ ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. സാറ് കലാപരമായിട്ടുള്ള കാര്യങ്ങളും കേശു സാറ് കലാപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ കഥ അത് തന്നെ പുലിയുടെ കഥ തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പണ്ട് 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 ഒരു ഘോരവനം. ആ ഘോരവനത്തിൽ എന്തുണ്ട്? ആ കാണുന്ന സിംഹമുണ്ട്, പന്നിയുണ്ട്. ആ സിംഹത്തിന്റെ കൂടെ ഒരു പെൺസിംഹവും ഉണ്ട്. അങ്ങനെ അവർക്ക് 2 പേർക്കും ജനിച്ച പുതിയൊരു കുഞ്ഞിനെ നമ്മുടെ ഒരു കുരങ്ങൻ ചേട്ടൻ വന്ന് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരു വലിയ മലയുടെ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തും. അപ്പോ അവിടെ ആരൊക്കെയുണ്ട്? ഫ്രണ്ടില് മുതലയുണ്ട്, ആനയുണ്ട്, ജിറാഫുണ്ട്, കുതിരയുണ്ട്. അങ്ങനെ അവിടെയുള്ള ഇല്ലതാ പട്ടിക്കുട്ടൻ വരെ ഉണ്ട്. അങ്ങനെ അവിടെയുള്ള എല്ലാവരും കൂടെ അതിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ ആ കുരങ്ങൻ ചേട്ടൻ ഒരു കുറി എടുത്ത് ഇങ്ങനെ എടുത്ത് അവിടുത്തെ ആ സിംഹത്തിന്റെ ഇങ്ങനെ ഒരു ഗോപി തൊട്ട് കൊടുക്കും. അങ്ങനെ അതിന് സിംബ എന്ന് പേരിടുകയാണ്. എന്താണ് പേര്? സിംബ. അങ്ങനെ സിംബയുടെ മാമൻ വളരെ ദുഷ്ടനായ ഒരു മാമനായിരുന്നു. ആ മാമൻ ഇങ്ങനെ പറഞ്ഞു സിംബയുടെ ഓരോ കള്ളത്തരം പറഞ്ഞ് സിംബയെ നാട് കിടത്തി. இன்னைக்கு இங்கேயா கிளாஸ்? അതെ. அது என்ன மேல போய் எடுக்காம இருந்த? എന്റെ പൊന്ന് കനകാന്റിയെ, പിള്ളേരെ കുറച്ച് കാറ്റും വെളിച്ചവും കൊണ്ട് പഠിക്കട്ടെന്ന് എപ്പോ നോക്കിയാലും അടച്ചിട്ടിട്ട്, എന്നാലേ പിള്ളേരുടെ ബുദ്ധി വളർച്ചയ്ക്ക് സഹായമാവും. கேசு, லெச்சு சிவா இல்ல இங்க? ലച്ചുവിന്റെ കേസ് ഒന്നും പറയാതിരിക്കണാണ് ബന്ധം. പ്രിൻസിപ്പാൾ അല്ലയോ, മേഡത്തിന് ക്ലാസ്സും ഇത് മാത്രം മതിയല്ലോ. ഇവിടെ നമ്മളുണ്ട് പണിയെടുക്കാൻ, അതുകൊണ്ട് കൊള്ളാം. അവർക്ക് അത് സ്ഥാനം കിട്ടിക്കഴിഞ്ഞാ പിന്നെ അത് തന്നെ. അയ്യോ കേശു സാറെന്ന് വിളിച്ച മക്കളെ. അങ്ങനെ മതി കണ്ട പിള്ളേരുടെ സ്നേഹം കണ്ട മക്കളെ. ഇതേപോലെ ആരും ഉറങ്ങാതിരിക്കണം. കേശു സാറ് പറയുന്ന മൊത്തം കേൾക്കണം. ഓക്കെ, ഇപ്പൊ എന്തായാലും നമ്മളെ കഥ കഴിഞ്ഞു. കഥ നമുക്ക് ബാക്കി പിന്നെ പിടിക്കാം. കേശു മാമനാ? ഏത് മാമൻ? കേശു മാമന്നല്ല, കേശു സാർ. എങ്ങനെ? കേശു സാറേ, കേശു മാമൻ സാറ്. അപ്പൊ കേശു സാർ അതല്ലേ എളുപ്പം. കേശു സാറേ ഇനി വിളി. മക്കൾക്കൊക്കെ ഇനി അടുത്തത് കാട്ടിലെ കഥ വേണോ, അതോ ഗൾഫിൽ ചില അളിയന്മാര് പോയി ഒട്ടകത്തിൽ കിടക്കുന്നുണ്ട് ആ കഥ വേണോ, അതോ വെള്ളിമൂങ്ങയുടെ കഥ വേണോ? വെള്ളിമൂങ്ങയുടെ കല്യാണോ പറഞ്ഞേ? നിനക്ക് അറിയാവുന്ന കഥയാണ്. ഇനി ചേട്ടൻ പറഞ്ഞു തരേണ്ട വരും എനിക്ക് തോന്നണില്ല. അതെ, ഞങ്ങള് 3 പേര് അവിടെ മേളില് പിള്ളേർക്ക് വേണ്ടി വെയിറ്റിംഗ്. നീ എന്താണ് ഈ പിള്ളേരെ പിടിച്ചോണ്ട് ഇവിടെ വന്നിരുത്തിക്കണേ? അതെ, ഈ പിള്ളേരെ ഈ അടച്ചിട്ട മുറിയിൽ ഒരുമാതിരിട്ട് ദ്രോഹിക്കണ പരിപാടി അതിന് ഞാൻ ഇല്ല. പിള്ളേരിങ്ങനെ തുറന്ന് പച്ചപ്പും ഹരിതവുമായിട്ട് ഇങ്ങനെ തുറന്ന് വിശാലമായിട്ട് വിടണം. അങ്ങനെതാ ഇതേപോലെ സ്വസ്ഥ സമാധാനമായിട്ട് കാറ്റൊക്കെ കൊണ്ടിരുന്ന. എടാ, എന്തിനാ ഈ പിള്ളേരെ ഈ ചൂടത്ത് ഇവിടെ ഇരുത്തിയേക്കുന്നേ? അവിടെ ആവുമ്പോ ഫാൻ ഉണ്ട്, കൂളർ ഉണ്ട്, അവിടെ ഇരുത്തിയാ പോരെയോ? അമ്മൂമ്മ, പിള്ളേര് കുറച്ച് ചൂടും വേലും ഒക്കെ കൊണ്ടുവേണം വളരാൻ. എന്റെ ഒരു സിലബസ് പ്രകാരം ഈ സാമ്പ്രദായ പഠന രീതികൾ മൊത്തം ഞാൻ പൊളിച്ചെടുക്കും. എന്നിട്ട് ഞാൻ എന്റെ പഠന രീതിയിൽ പിള്ളേരെ പഠിപ്പിക്കും. ഒരാഴ്ച കൊണ്ട് ഡേ കെയർ പൂട്ടി കെട്ടുവോ? അതിനിപ്പോ എന്റെ സഹായം വേണമെന്ന് എനിക്ക് തോന്നില്ല. ചില പിഞ്ചികളൊക്കെ ഇവിടെ നിൽപ്പുണ്ടല്ലോ, പൂട്ടി കെട്ടിച്ചോളൂ നിങ്ങൾ തന്നെ. മക്കളെ, ഇനി അടുത്ത കേശു സാറിന്റെ അടുത്ത കഥയാണ് മക്കളെ. ഒന്നും കഥ പറയാൻ പോകുന്നില്ല, ഇത് കുറെ നേരം ആയല്ലോ. ഇനി ഞാൻ എന്റെ പിള്ളേരെ പഠിപ്പിക്കും. മക്കളെ, ശിവന ടീച്ചറിന്റെ ക്ലാസ്സിന് റെഡിയാണോ? പിള്ളേരെ, മക്കളെ, നിങ്ങൾ ആരും പേടിക്കണ്ട. ഇവിടെ കേശു സാറിന് ഇഷ്ടംപോലെ കളി അറിയാം. ആ കളി മൊത്തം കേശു മാമൻ കേശു സാർ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരും. ഇത് മൊത്തം കള്ളക്കളിയാണ്, ഇതൊന്നും കണ്ടുപഠിക്കരുത് കേട്ടോ. ചാച്ചി,
അങ്ങനെയൊക്കെ പലതും പറയും. അതൊന്നും കേൾക്കരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചുമ്മാ എന്റെ ക്ലാസ് ടൈമിൽ കയറി നിലമുണ്ടാക്കിയിട്ടല്ലോ തൂക്കെടുത്ത് എറിഞ്ഞേ. പിള്ളേർ ഇവിടെ അല്ല പഠിക്കുന്നത്, മേളിലാണ് പഠിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചാൽ പിള്ളേരെ മറ്റേ അതിനകത്ത് കൊണ്ടുപോയിട്ട് പുഴുകാൻ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ നിന്ന് പിള്ളേരെ പഠിച്ചാൽ മതി. പിള്ളേരെ എങ്ങനെ എന്റെ വഴിക്ക് കൊണ്ടുവന്നെന്ന് എനിക്ക് നല്ലോണം അറിയാം. നമുക്ക് കാണാം. കാണിച്ചു തരട്ടെ? ഓഹോ, മക്കളെ നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. 1.5 മണിക്കൂർ കഷ്ടപ്പെട്ട് ഒന്നുകൂടെ ആ പടം മൊത്തം ഇരുന്ന് കണ്ടിട്ടാണ് കഥ പറഞ്ഞു കൊടുത്തത്. ஆஹா, என்ன இது முழுசா குப்பையா போட்டு வச்சிருக்காங்க. ஐயோ, இதெல்லாம் க்ளீன் பண்ணணும்னா 1 மணி நேரம் தேவை. நாளையில இருந்து நான் வந்து க்ளீன் பண்ணுவேன், அவ்வளவுதான். ஷோ, നീ ഇവിടെ വന്നിരിക്കുവായിരുന്നോ? இத பாருங்கம்மா, முழுசா குப்பையா இருக்கு. ചൂലെടുത്തപ്പോഴേ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഇങ്ങോട്ടാ വരെ വന്ന്. അതെ, ഇത് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്തോളൂ അല്ലേ മോളെ? ആ ഞങ്ങൾ ചെയ്തോളാം. இது சொல்லறதுக்கா மொட்டை மாடி ஏறி வந்தீங்க? അതെ. എല്ലാം നല്ല രസമുണ്ടല്ലേ? ஆமாம்மா. ഹായ്, നല്ല കളിപ്പാട്ടം. ഞങ്ങളുടെ ചെറുതിലൊന്നുമേ ഇങ്ങനത്തുള്ളതൊന്നും ഇല്ലെന്നേ. ചുമ്മാ ആകെ ഉണ്ട് ഒരു ഉന്തുവണ്ടി, ഇങ്ങനെ അത് ഉരുട്ടിക്കൊണ്ട് നടക്കണം, അതേ ഉള്ളൂ. അല്ല, ഇതൊന്നും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ഞങ്ങളുടെ ചെറുപ്പത്തിലൊന്നും. அம்மா, உங்களுக்கு வந்து தெரியுமா, நான் வந்து அந்த சீசோ அந்த ஊஞ்சல் எல்லாம் இருக்குல்ல, அதுல போய் விளையாடுவேன், லெச்சு தெரியாம. ഞാനില്ലാതെ നീ കളിക്കാൻ പോയോ? ஆமா, എന്നെയും കൂടെ ഒന്ന് വിളിക്കായിരുന്നു. விளையாடலாமே இங்க. ബാല്യത്തിൽ നാം കണ്ട ഓമൽ കിനാവിലേറി പാഞ്ഞു പോയിടാം. ചൈൽഡ്ഹുഡിൽ മിസ് ചെയ്ത ഡ്രീംസിന്റെ വിങ്സിലേറി സ്കൂട്ടായിടാം. പാറിപ്പറക്കുന്ന മേവൽ കിളികളായി മേഘത്തിൽ ഉയലാടിടാം. സ്കൈയിൽ പറക്കുന്ന ഫ്രീക്കി ബേർഡ്സുമായി ക്ലൗഡ്സിൽ സ്കിഡായിടാം. ബാല്യത്തിൽ നാം കണ്ട ഓമൽ കിനാവിലേറി പാഞ്ഞു പോയിടാം. ചൈൽഡ്ഹുഡിൽ മിസ് ചെയ്ത ഡ്രീംസിന്റെ വിങ്സിലേറി Oh my God, principal. Stop this nonsense. അതെ, ഇതെന്റെ ഡേ കെയർ ആണ്, ഒരു സ്ഥാപനമാണ്, അല്ല നിങ്ങൾക്ക് പൂണ്ട് വിളയാടാനുള്ള സ്ഥലമൊന്നും അല്ല ഇത്. എന്റെ ടീച്ചറെ, ഇവർക്കോ ബോധോ വിവരമില്ലെന്ന് വിചാരിക്കാം. ശരി, ബോധമുള്ള ടീച്ചർ ഇങ്ങനെ കാണിച്ചാൽ എങ്ങനെ ശരിയാവും? പറയുന്നോണ്ടൊന്നും തോന്നരുത് കേട്ടോ. ഇനി ഇത് മേലെ ആവർത്തിക്കുവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും. പറഞ്ഞു വിടുന്നോ? ആ, ഞാൻ പറഞ്ഞു വിടും. ആഹാ, എന്നാ ഞാനിവിടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എനിക്ക് തിരിച്ചു തരുവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പൊക്കോളാം. 5ന്റെ പൈസ തരാതെ പറഞ്ഞു വിടാനേ ഈ ലക്ഷ്യം നല്ലോണം അറിയാം. അല്ല, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? നാലും താഴത്തോട്ട് പോ. ഞാനിവിടുത്തെ ടീച്ചറാണ്. ആ, ടീച്ചറെ ഇരുന്ന് കാണിക്കുന്നത് ഞാൻ കുറച്ച് മുന്നേ കണ്ടായിരുന്നു. താഴെ പോ, എല്ലാരും പോ, പോ, താഴെ പോ. കനകം, അറ്റാക്ക്! എന്തോട്ടെ എഴുതുന്നു? എന്റെ റെസിഗ്നേഷൻ ലെറ്റർ. എന്തിന്? രാജിക്കത്തടി. രാജിക്കത്താ? എനിക്ക് ഈ രാജിക്കത്ത് എന്തായിരുന്നു അറിയൂ? ഇല്ല, അതുകൊണ്ടല്ലേ ചോദിച്ചേ. എന്തോ കേശു ഇത്? ചേട്ടൻ ഏതോ ഒരു രാജിയെ കത്തെഴുതും. രാജിക്ക് കത്തോ? രാജിക്ക് കത്തൊന്നുമില്ല, ഇവിടെ ഞാൻ രാജിക്കത്ത് എഴുതണം. രാജിക്കത്തോ? ആർക്ക്? ഞാൻ വിചാരിച്ച് ഏതോ ഒരു പെണ്ണിന് കത്തെഴുതുമായിരിക്കും. മിണ്ടായിരുന്നോളൂ അവിടെ. ആ, എന്താ കേശു ഇത്? ടീച്ചറെ, എന്നെ ഇവിടുത്തെ പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് നിയമിച്ചത് ഗൗരി അമ്മായിയാണ്. ആ സ്ഥാനം ഇപ്പോൾ തർക്ക വിഷയത്തിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ പിരിയുകയാണ്. എന്തോ കേശു ഇത്? ലച്ചു,
ലച്ചു ഇങ്ങോട്ട് വാ. ആ നോക്കട്ടെ. എന്താ രാജിക്കത്ത്. രാജിക്കത്താ? ഇംഗ്ലീഷ് ഒക്കെയോ? ടു ഗൗരി. Kindly accept this letter as my formal resignation. As ഈ ലെറ്ററിന്റെ ഔപചാരികമായ രാജിക്കത്തായിട്ട് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കേണ്ടതാണ്. ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാം ഞാൻ ഈ നിമിഷത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഇത് ഞാൻ ഈ നിമിഷത്തിൽ അനുസ്മരിക്കുകയും ചെയ്യുകയാണ്. ഒപ്പം ഇനിയും ഈ ഡേ കെയറിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എൻ്റെ ബുദ്ധിപരമായിട്ടുള്ള പല പല ഒപ്പീനിയൻസും പല പല കാര്യങ്ങളും ഇനിയും മുന്നോട്ട് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് മാക്സിമം ഞാൻ തരാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും അംഗീകരിച്ചാൽ നിങ്ങൾക്ക് അംഗീകരിക്കാം. യുവർ ഫെയ്ത്ത്ഫുള്ളി കേശവ് ബാലേന്ദ്രൻ തപ്പി. പിന്നെ 10 വർഷത്തെ കിറ്റിയുടെയൊക്കെ പ്രവർത്തനത്തില് 7 വർഷം ഇവൻ പ്രൊഫസറായിട്ട് സേവനാനുഷ്ഠിച്ചു. എനിക്ക് പോടർക്ക ഇവിടെ ഡേ കെയർ തുടങ്ങിയിട്ട് 2 ദിവസം പോലും ആയിട്ടില്ല. അതിന്റെ ഉള്ളില് അവന്റെ റെസിഗ്നേഷൻ ലെറ്ററും മണ്ണാങ്കട്ടയും എല്ലാരും ഒന്ന് കൈയടിച്ച് പാസ്സാക്കണേ. കൈയടിച്ച് പാസ്സാക്കാം എല്ലാവരും കൂടെ. ഇനി കേശുവേ തറയാവാം, പക്ഷെ ഇത്രയും തറയാവരുത്. ഒരു പരിധി ഉണ്ടാകത്തിന്. ആരും ഇവിടെ തറയാത്? ഇവിടെ ആരിപ്പോ തറയാന്നു? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഒരു പ്രിൻസിപ്പാളിന്റെ കച്ചേരിക്ക് വേണ്ടി അങ്ങോട്ടും പിടിവിലി ഇങ്ങോട്ടും പിടിവിലി കൊണ്ട കാര്യം എനിക്കില്ല. ഇതിപ്പോ 2 ദിവസം കൊണ്ട് പിടിവലിയല്ലോ, വടംവലിയായില്ലേ? ഈ ടീച്ചറിന്റെ കാര്യം ഞാൻ എന്റെ പൊന്ന ടീച്ചർ പണ്ട് എങ്ങനെ തന്നെയാണ്. ഉള്ള തോന്നിവാസം മൊത്തം കാണിക്കും, എന്നിട്ട് വിശുദ്ധനെ പോലെ ഇങ്ങനെ നിൽക്കും അവസാനം. അയ്യോ എന്താ തോന്നിവാസം കാണിക്കാത്ത ഒരാള് നന്നായിരിക്കണ്. എനിക്ക് മടുത്ത് ചേച്ചി, എനിക്ക് മടുത്ത്. എന്നാ എനിക്കും വേണ്ടോ നിന്നെ ഇത്ര അധികാരമോഹിയ ഒരു അനിയൻ എനിക്ക് വേണ്ട. എന്നാ ഇത്ര അധികാരമോഹിയായിട്ടുള്ള ചേച്ചി എനിക്ക് വേണ്ട. നിങ്ങളൊന്ന് നിർത്തോ? നേരെ എതിർപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഈഗോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുണ്ടോ ഒരു ഈഗോ? ഒരു ചേച്ചി അനിയനും വന്നേക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിപ്പെടാണ്ട് എന്തൊരു ഉത്സാഹമാണെന്നറിയോ? അത് ചെയ്യാം, ഇത് ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. എന്നാ എന്തെങ്കിലും ഒന്ന് ചെയ്യോ? എല്ലാം പകുതി ഒഴുക്കിട്ടിട്ട് ഇറങ്ങിപ്പോവും. ഇനി അടുത്ത പ്ലാനും കൊണ്ട് വന്നു നോക്ക് രണ്ടെണ്ണോ, വായന കേൾക്കും. ഇല്ല, ഇനി ഞാനായിട്ടൊന്നിനും ഇല്ലേ. അയ്യോ അതിനെ സാറിന് ആര് കൂടെ കൂട്ടുന്നു? ആര് വരണേ? അയ്യോ നീ വരണ്ട, വരാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ വരണില്ല. നീ വരണ്ടടാ. വരുന്നില്ല. പറഞ്ഞപ്പോ എന്തൊരു സമാധാനം. അയ്യോ എനിക്ക് എന്തൊരു ആശ്വാസം. ഇതിപ്പോ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. സംഭവം നിങ്ങളൊക്കെ സൂപ്പറാണ്. ഒന്ന് കൂടെ നിന്നാ നമുക്കിത് അടിപൊളിയാക്കാം. അടിപൊളിയാക്കാം. ഞാൻ കൂടെ നിക്കാം. ചെതോ ആ പ്രോപ്പർട്ടിയെ കൊണ്ടേ കുഴപ്പത്തിൽ വിടണം. പോടാ അഴുക്കപ്പയലേ. അഴുക്കപ്പയലേ. நிறுத்துங்க. இது என்ன இது? ஒரு மாதிரி விருத்தி கட்டவங்கள போல பிஹேவ் பண்றீங்க. 2 பேருக்கும் பிரின்சிபல் ஆகணும்னா ஒரு காரியம் செய்யி. மேல போய் கசேரே போயிட்டு இருக்கு. அதான் நல்லது. ஒராளுടെ மடியில கேறி. நல்லா வின. மீரா உனக்கு டே கேர் நடத்த முடியும்? அப்படினா ஒன்னு செய். அம்மா, நான், சிவா, கௌரி எல்லாருமா சேர்ந்து நமக்கு நடத்தலாம். இவங்க 2 பேரும் வேண்டாம். ആന്റി பின்ன என்னன்னா சொல்ல? കേശു ലച്ചു പ്ലീസ്, ഞാൻ അതിൽ പെട്ടുപോയി. കേശു പറഞ്ഞ പോലെ തിങ്കൾ ബുധൻ വെള്ളി കേശു പ്രിൻസിപ്പൾ ആയിരിക്കും. ബാക്കി 2 ദിവസം ലച്ചു പ്രിൻസിപ്പൾ ആയിരിക്കും. അത് പറ്റില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നല്ലോ. എനിക്ക് ആഴ്ചയിൽ 2 ദിവസം ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് അതിൽ കൂടുതൽ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഞാൻ ഈ പരിപാടിക്കില്ലെന്ന് പിരിച്ചുവിടേനേക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ശനിയാഴ്ചയും കൂടെ ക്ലാസ് വെക്കുവാണെങ്കിൽ ഞാൻ ഈ ഡീലിന് ഓക്കെ പറയാം. ശനിയാഴ്ച ആ ഈ പപ്പ പിള്ളേരെല്ലാം കൂടെ ശനിയാഴ്ച പറ്റത്തില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടാ. ഓക്കെ പറ്റും പറ്റും പറ്റും. എന്നാ കൈവിട്. അപ്പോ 3 ദിവസം ചേച്ചി പ്രിൻസിപ്പള്, 3 ദിവസം ഞാൻ പ്രിൻസിപ്പൾ. ഡീൽ. 3 ദിവസം ചേച്ചി പ്രിൻസിപ്പള്, 3 ദിവസം നീ പ്രിൻസിപ്പൾ. അങ്ങനെ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.